കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ വെയിറ്റ് കുറയ്ക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി 30 വയസ്സിൽ താഴെയായിരുന്നു പ്രായം, 95 കിലോയ്ക്ക് അടുത്ത് ഭാരമുണ്ട്. അദ്ദേഹത്തിന്റെ ഐഡിയൽ വെയിറ്റ് 75 കിലോ ആയിരുന്നു. അപ്പോൾ വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇഷ്ട ഭക്ഷണം നമ്മുടെ മലയാളികളെല്ലാം ഇഷ്ടപ്പെടുന്ന ഭക്ഷണം തന്നെയായിരുന്നു, പൊറോട്ടയും ബീഫും ആയിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം ഒരു നേരത്തെ ഭക്ഷണം മാറ്റി ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ കുറെ നാളുകളായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നു. എന്നാൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന, എക്സസൈസ് ജിമ്മിൽ പോകുന്നുണ്ട്, 1.5 മണിക്കൂർ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് 95 കിലോ എന്നുള്ള ഭാരം ഒട്ടും കുറയ്ക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ പലപ്പോഴും ആഹാരമൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിലും പൊറോട്ടയും ബീഫും അദ്ദേഹത്തിന് ഒഴിവാക്കാൻ പറ്റിയിരുന്നില്ല. കാര്യം ഇഷ്ട ഭക്ഷണമായിട്ട് അത് കഴിച്ചു പോകുന്നു. അപ്പൊ അതിന് കണ്ടെത്തിയ കാരണം, ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്റെ കലോറി ഒട്ടും സ്റ്റോർ ആവുന്നുണ്ടാവില്ല, കംപ്ലീറ്റ് ചെയ്യുന്നത് ബേൺ ഔട്ട് ആയി പോകുന്നുണ്ട്, ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജത്തിന് ശേഷമുള്ളത് ബേൺ ചെയ്ത് പോകുന്നുണ്ട് എക്സസൈസിൽ കൂടി എന്നാണ് അദ്ദേഹം കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിനകത്തിലെ പ്രധാനപ്പെട്ട വില്ലൻ, വെയിറ്റ് കുറയാതിരുന്നതിലെ പ്രധാനപ്പെട്ട വില്ലൻ ഈ പൊറോട്ടയും ബീഫും ആയിരുന്നു. അതിന്റെ അളവ് കുറയ്ക്കാനോ അത് മാറ്റാനോ ഞങ്ങൾ പറഞ്ഞു. കുറച്ച് പ്രയാസമായിരുന്നു, നമ്മളിപ്പോ അഡിക്റ്റ് ആയി പോയിരുന്നതിന്. അത് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ്. കാര്യം 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളിന് 1 മാസം കൊണ്ട് ഏകദേശം 7 കിലോയോളം അദ്ദേഹത്തിന് കുറയ്ക്കാൻ പറ്റി. 1-2 ആഹാരങ്ങൾ മാറ്റിയതിലൂടെ മാത്രമാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ പൊറോട്ടയിൽ അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം, ഫൈബർ ഒക്കെ മാറ്റിയതിന് ശേഷം ഉള്ള വേസ്റ്റ് ആണ് ഈ മൈദയായിട്ട് വരുന്നത്. ഗോതമ്പിൽ നിന്ന് ഫൈബറും മറ്റും മാറ്റിയതിന് ശേഷമുള്ള ബ്ലീച്ച് ചെയ്തിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് ഈ മൈദ എന്ന് പറയുന്നത്. ഈ മൈദയിൽ എണ്ണയോടെ ചേർത്താണ് നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് തന്നെ അറിയാം എത്രത്തോളം കലോറി അതിൽ കയറുന്നുണ്ടാകുന്നു. പിന്നെ ഉള്ളത് ബീഫാണ്. ഈ റെഡ് മീറ്റില് മട്ടൺ, പോർക്ക്, ബീഫ് എന്നൊക്കെ പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഇതേവായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ അളവ് കൂടുതലൊക്കെ ആണെന്നുണ്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നവർ ശരീരത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഈ റെഡ് മീറ്റിന്റെ അളവ് പരമാവധി കുറയ്ക്കുക, വർക്കൗട്ട് ശീലമാക്കുക എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. അപ്പോൾ അതിൽ പൊറോട്ട പൂർണ്ണമായിട്ട് മാറ്റാൻ പറഞ്ഞു. ഈ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഡയറ്റിലൊക്കെ മാറ്റം വരുത്തിയപ്പോഴത്തേക്ക് 1 മാസം കൊണ്ട് ഏകദേശം 7 കിലോളം അദ്ദേഹത്തിന് കുറയ്ക്കാൻ പറ്റും. വർക്കൗട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ചില ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നത് ആരോഗ്യകരമാണെന്ന് നമ്മൾ വിശ്വസിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷെ അത് അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്നത്, വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ് നമ്മളെ ഭക്ഷണം എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളത് കഴിക്കുക. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.